ഒരു മിന്നൽ പോലെ VS-നെ കണ്ടവർക്ക് ഉള്ളിൽ ഒരു വലിയ ആവേശമാണ് വരുന്നത്. ഒന്ന് കണ്ടുവല്ലോ, ഒരാശ്വാസമായി തീരുന്നു. പക്ഷേ അവർ ആവേശപൂർവ്വം ഉറക്കെ 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 വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇടിമിന്നലിനേക്കാൾ വലിയ ശബ്ദം നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കേൾക്കാം. ഇത് ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള വളരെ ഇലക്ട്രിഫയിങ് ആയ ദൃശ്യങ്ങളാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് നേരിട്ട് അനുഭവിച്ചാൽ ഒരുപക്ഷെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇതിനു മുമ്പ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ്. VS-നെ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ VS-നെ കാത്തു നിൽക്കുന്ന സഖാക്കൾ അവരുടെ ഇടനെഞ്ച് ഒട്ടുമാറുച്ചത്തിലാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും ഒരുമിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ തിരക്കുണ്ട്. റെഡ് വോളണ്ടിയർമാർ നന്നേ പണിപ്പെടുന്നുണ്ട്. അവർ ഇത്രമേൽ വെല്ലുവിളിക്കപ്പെട്ട ഒരു സാഹചര്യം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? സംശയമാണ്. ഇപ്പോൾ നോക്കൂ, ഒരു മിന്നായം പോലെ VS-നെ കണ്ടവർ വീണ്ടും വീണ്ടും ഇടിമിന്നൽ പോലെ ആ മുദ്രാവാക്യം മുഴക്കുന്നു. പ്രിയപ്പെട്ട VS-എ, ഇല്ല ഇല്ല മരിക്കുന്നില്ല. പ്രിയപ്പെട്ട VS-എ, നിങ്ങൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പോലീസും റെഡ് വോളണ്ടിയർമാരും എത്ര ശ്രമിച്ചിട്ടും ഇവിടെ നിന്നും ആളുകളെ ഒതുക്കാൻ കഴിയുന്നില്ല, മാറ്റാൻ കഴിയുന്നില്ല. VS-നെ ഒന്ന് കണ്ടിട്ടില്ലാതെ മടങ്ങാൻ കഴിയില്ല എന്നാണ് VS-നെ തേടിയെത്തിയ മനുഷ്യർ പറയുന്നത്. ഇത് കേരളം കണ്ടിട്ടില്ലാത്ത അപൂർവമായിട്ടുള്ള ഒരു യാത്രയപ്പിന്റെ ദൃശ്യങ്ങളാണ്. കേരള ചരിത്രത്തിൽ ഇത്രയും വലിയ ജനപിന്തുണയുള്ളൊരു നേതാവിന് നൽകിയ യാത്രയപ്പ് നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും അധികം ആളുകൾ ചാലുകളായി, പുഴകളായി, കടലായി തീരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല.